പാട്ടില്ലേ, കല്ലായി കടവത്ത് കാറ്റൊന്നും ഇന്ത്യയിലേ. ഹലോ, അങ്ങനെ കുറേ കാലത്തിന് ശേഷം മറ്റൊരു വ്ളോഗായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് ചോദിച്ചാൽ ട്രാവൽ കണ്ടന്റ് ആണോ എന്ന് വെച്ചാൽ ട്രാവൽ കണ്ടന്റ് ആണ്. എന്നാൽ അതിലുപരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വ്ളോഗാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളിന്ന് പോകുന്നത് മലബാറിലെ മരക്കച്ചവടം അറിയാനാണ്. എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് നമ്മുടെ ചങ്ക് എന്ന് പറഞ്ഞാൽ പോരാ, അതിലുപരി എന്താ പറയുക, ഓർമ്മ വെച്ച നാൾ ഈ നമുക്ക് കൂടെ ഉണ്ട്. പേര് ഇസാക്ക്. കാരണം ഇനി നമ്മളന്നൊരു മൈസൂർ ട്രിപ്പ്, മൈസൂർ ഊട്ടി പ്ലാൻ ചെയ്ത് പോയത്. ആദ്യമായിട്ടൊരു ബൈക്ക് റൈഡ് ഞങ്ങൾ രണ്ടാളാണ് ഒരുമിച്ച് പോകുന്നത്. അത് 2010. അന്ന് ഞങ്ങൾക്ക് 20 വയസ്സ് പ്രായം. ഒരു CD ഡിലക്സിന്റെ മുകളിൽ ഊട്ടി, മൈസൂർ, മുതുമല അല്ലേ, മുതുമല. ഒരു പ്ലാനും ഇല്ല, ഗൂഗിൾ മാപ്പ് ഇല്ല. തലേ ദിവസം ചോദിച്ചാണ് പെരുന്നാളാണ്, എനിക്ക് ടൂറ് പോകണം, വേറെ ആരുമില്ല, ഞങ്ങൾക്ക് വരാൻ പറ്റും. ഡിഗ്രി തിരികെ കളിക്കുന്ന എനിക്ക് വേറെ എന്ത് പണി, വാ പോവാ. അതിന്റെ ഫോട്ടോസ് ഞാൻ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കാണാം. അന്നത്തെ കോലും ഇന്നത്തെ കോലും. അവന്റെ കൂടെ ഇന്ന് മറ്റൊരു യാത്രയാണ്. മരവ്യവസായ മേഖലയുടെ വിശേഷങ്ങളും അതിന്റെ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു മരക്കച്ചവടം എന്നും പുതിയ കാലത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇറ്റ്സ് മീ വിൻസൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ബക്കിംഗ്ഹാം പാലസിലേക്കും ആഡംബരത്തിൻ്റെ അവസാന വാക്കായ റോൾസ് റോയ്സിൻ്റെ ഇൻറ്റീരിയറിനും വേണ്ട മരം കയറ്റുമതി ചെയ്തിരുന്നത് നമ്മുടെ കല്ലായിൽ നിന്നായിരുന്നു. മലബാറിലെ മരക്കച്ചവടത്തിൻ്റെ കഥ പറയുമ്പോൾ അത് പറയേണ്ടതും പറഞ്ഞു തുടങ്ങേണ്ടതും കല്ലായിൽ നിന്നാണ്. ഒരു കാലത്ത് മരവ്യാപാരത്തിൽ ലോകത്തിലെ തന്നെ 2ാം സ്ഥാനത്തായിരുന്ന മലബാറിൻ്റെ സ്വന്തം കല്ലായിൽ നിന്ന്. അതാണ്ട് ഈ ഒരു ലൊക്കേഷൻ നമ്മളെ ഈ കല്ലായി കടവത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല. കല്ലായി കടവത്ത് ഷൂട്ട് ചെയ്ത് മീൻസ് ആ പാട്ടില്ലേ, കല്ലായി കടവത്ത് കാറ്റൊന്നും ഇന്ത്യയിലേ, ആ പാട്ട് അത് ഷൂട്ട് ചെയ്തത് ഈ ഭാഗത്ത്. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയിലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽബിലെ മൈനയെന്നും ഉറങ്ങിയില്ല. മലബാറിൻ്റെ മരക്കച്ചവടത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് കല്ലായി എന്നല്ലാതെ ആ ഒരു സംഭവം നമുക്ക് തുടങ്ങാൻ പറ്റില്ല. കാരണം മലബാറിലെ മരക്കച്ചവടത്തിൻ്റെ ഉത്ഭവം കല്ലായി പുഴയിലൂടെ ചങ്ങാടം തള്ളിയിട്ടുള്ള ചങ്ങാടം തള്ളി വരുന്ന പണ്ട് മരം ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത്. എനിക്കിപ്പോൾ ഒരു മരവ്യവസായ മേഖല എന്ന് പറയുന്ന ഒരു 12 വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പം ഇവിടെ ഉള്ള ആളുകളൊക്കെ പറഞ്ഞു കേൾക്കും, അങ്ങനെ പഴയ ആളുകളൊക്കെ പറഞ്ഞു കേൾക്കും. ഈ പണ്ട് കാലഘട്ടങ്ങളിൽ ഈ പുഴയിലൂടെ ആയിരുന്നു അല്ലേ നിലമ്പൂരിലേക്കും അതുപോലെ നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ടും അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഒരുപാട് ചങ്ങാടം കെട്ടിട്ടായിരുന്നു മരങ്ങൾ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പിന്നെ നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന, കോഴിക്കോട്ടുകാർക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ വേൾഡിൽ തന്നെ 2ാമത്തെ സ്ഥാനത്തായിരുന്നു നമ്മളെ ഈ കല്ലായി എന്ന് പറയുന്നത് മരവ്യവസായ മേഖലയിൽ. ഈ മരങ്ങൾ വെള്ളത്തിലിട്ട് വെക്കുന്നതിൻ്റെ ബാക്കിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. അതായത് മരത്തിൻ്റെ ആയുസ് വർദ്ധിക്കുന്നതാണ് പറയാം അല്ലേ. മരത്തിൻ്റെ ആയുസ് വർദ്ധിക്കും. അതായത് ഇപ്പോൾ മരത്തിലുണ്ടാവുന്ന ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്നുള്ള സാധനങ്ങൾ വീടിൻ്റെ ആവശ്യത്തിന് വെച്ച് കഴിഞ്ഞാൽ പൊടി തൊയ്യുക അല്ലെങ്കിൽ ചെതലരിക്കുക എന്നുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പുഴയിൽ ആദ്യം സൂക്ഷിച്ചിട്ട് ഈ ഉപ്പിൻ്റെ പുളി തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ എന്താ പറയുക കീടങ്ങൾ, പുഴുകൾ അതൊക്കെ നശിച്ചിട്ട് ക്ലിയർ ആവും എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് പുഴയിൽ സൂക്ഷിക്കുന്നത് എന്നുള്ളൊരു പിന്നെ ഇതിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു അറിവ് വെച്ച്. ഇതാണ് മൂര്യാട്, കല്ലായിയോട് ചേർന്ന് കിടക്കുന്ന മരവ്യവസായ മേഖല. കല്ലായി മുതൽ മൂര്യാട് വരെയുള്ള വഴികളിൽ ഇന്നും ആ കാലത്തിൻ്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന ആളുകളെയും ആ ഭൂതകാലത്തിൻ്റെ ചില ബാക്കി ശേഷിപ്പുകളും കാണാം. ഇവിടെ വന്നാൽ ഒരു മരം വിപണിയിലെത്തിക്കുന്നതിന് മുൻപ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയും അവരുടെ കഠിനാധ്വാനവും കാണാനാവും. പിന്നെ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഒരു മരം കടന്നു പോകുന്നതെന്നും കാണാം.
ഞാൻ ആദ്യം കണ്ട കാഴ്ച കലങ്ങിക്കറുത്ത കല്ലായി പുഴയിൽ നിന്നും കഴുത്തറ്റം മുങ്ങിക്കിടന്ന് മരം ഉയർത്തുന്ന ആളുകളെയാണ്. പണ്ട് ആനകളാണ് ഉയർത്തിയ മരം വലിച്ചിട്ടത് എങ്കിൽ ഇന്ന് അതിന് വമ്പൻ ക്രെയിനുകളാണ്. തൊട്ടടുത്ത് മറ്റു ചിലർ ലോറികളിൽ വന്ന മരം പുഴവക്കത്തേക്ക് ഇറക്കുന്നു. പണ്ട് ചങ്ങാടത്തിൽ വന്ന മരങ്ങൾ ഇന്ന് ലോറിയിലെത്തി തുടങ്ങി എന്നതാണ് വ്യത്യാസം. പിന്നെ പുഴയിൽ നിന്നെടുത്ത മരങ്ങൾ ക്രെയിനിൽ തൂക്കി ആനയുടെ കൂടെ പാപ്പാൻ എന്ന പോലെ മില്ലിലേക്കുള്ള യാത്രയാണ്. ഇതിനിടയിൽ മറ്റൊരു കാഴ്ച കാണാം. മരം മുറിക്കാനുള്ള നീളമുള്ള വാളുകൾ രാഗി മൂർച്ച കൂട്ടുന്ന മൂര്യാട്ടുകാരുടെ സ്വന്തം ഔക്കാക്ക. സൂക്ഷ്മതയോടെ വാളിലെ ഓരോ പല്ലും രാഗി മിനുക്കുന്നു. പിന്നെ മില്ലിലെത്തിയ ഓരോ മരവും ആവശ്യമുള്ള അളവുകൾക്ക് അനുസരിച്ച് മുറിച്ചു മാറ്റുന്നു. പണ്ട് താളത്തിൽ ഇരുവശവും ആളുകൾ ചേർന്ന് മുറിച്ചിരുന്നത് ഇന്ന് മെഷീനുകളായി. ഇതിൽ മരം കയറ്റിട്ട് ഈ ഡോർ അടച്ച് ഫുള്ള് ഫില്ല് ചെയ്ത് കയറ്റിട്ട് ഇതിങ്ങനെ കിടന്നങ്ങോട്ട് തിരിയും. ഇതിലേക്ക് ഫുള്ള് കെമിക്കൽ ഇറങ്ങും. പെറോക്സിൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അത് കംപ്ലീറ്റ് ഇറങ്ങി ഫില്ല് ചെയ്ത് കലങ്ങിയിട്ട് സെറ്റാക്കും. അതിന് ശേഷമാണ് ഡ്രൈ ചെയ്യാൻ കൊടുക്കുക. അതിന് ശേഷമാണ് കൊടുക്കുക. അപ്പൊ ഇതിൽ ചെയ്യണ എന്തിനാന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ ചെതല് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടാൻ. ഇതാവുമ്പോൾ ഇതിൽ ചെതല് വരുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടും. ഇനിയാണ് ചില പുത്തൻ വിദ്യകൾ: കെമിക്കലിങ്ങും സീസണിങ്ങും. മരം കേടുകൂടാതിരിക്കാനുള്ള കെമിക്കലുകൾ മരത്തിൽ ചേർക്കുന്നതിനെയാണ് കെമിക്കലിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ കെമിക്കലിംഗ് ചെയ്ത ശേഷം പ്രത്യേകം സജ്ജമാക്കിയ മറ്റൊരു റൂമിലേക്ക് മാറ്റി ആവശ്യാനുസരണം 7 മുതൽ 14 ദിവസം വരെ ചൂട് തട്ടിച്ച് പാകപ്പെടുത്തിയെടുക്കുന്നു. ഈ വിദ്യയാണ് സീസണിങ്. ഇതിലിട്ട് ചൂടാക്കും ഒരു 14 ദിവസം മരം. അപ്പോൾ പിന്നെ ചുരുങ്ങുക എന്നുള്ളൊരു സംഭവം ഒഴിവായി കിട്ടും. വാട്ടർ കണ്ടന്റ് വലിച്ചെടുക്കും, ഡ്രൈ ആക്കും വുഡിനെ ഡ്രൈ ആക്കാം അല്ലേ? അതെ അതെ, വുഡിനെ ഡ്രൈ ആക്കും. അപ്പോൾ പിന്നെ ചുരുങ്ങുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഈ അപ്പുറത്തെ ഡോറിലും ഇതൊക്കെ തന്നെയാണ്. അത് ഓൾറെഡി ഫില്ലായി, ബോക്സ് ഇങ്ങനെ ഫില്ലായി അവിടെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. 14 ദിവസം കഴിഞ്ഞാൽ തുറക്കാം. ഒരു പ്രാവശ്യം അടച്ചു കഴിഞ്ഞാൽ പിന്നെ 14 ദിവസം കഴിഞ്ഞിട്ടാണ് തുറക്കുക. 14 ദിവസമാണ് ടൈം. ഇതിവിടെ എഴുതി വെച്ചതാ അല്ലേ? അതിന്റെ ടൈം എഴുതി വെച്ചല്ലേ? ഇത് സീസൺ ചെയ്ത് വെച്ചതല്ലേ? അത് സീസൺ ചെയ്ത് വെച്ച ഡ്രൈ വുഡാണ്, തേക്കാണത്. തേക്ക് ഒത്തിരി ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ചിലർ ചെയ്യും. ഇപ്പം നമ്മൾ കല്ലായിലെ കാഴ്ചകൾ കണ്ടു, കല്ലായിലെ മരക്കച്ചവടത്തിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞു, കല്ലായി കടവത്ത് ഷൂട്ട് ചെയ്ത സ്ഥലം കണ്ടു. ഇനി നമ്മൾ പോകുന്നത് നിലമ്പൂരിലേക്കാണ്. നിലമ്പൂരിലേക്ക് പോകുന്നത് നിലമ്പൂർ തേക്കിൻ്റെ വിശേഷങ്ങൾ അറിയാം. എടാ, ഇപ്പോൾ ഈ നിലമ്പൂരിലെ തേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ പിന്നെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ശരിക്കും എന്താണ് നിലമ്പൂർ തേക്കിൻ്റെ പ്രത്യേകത? ഞാനും കേട്ട കഥയാണ്. അങ്ങനെയാണല്ലോ, കാരണം ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ നിനക്ക് കുറച്ച് വർഷമെങ്കിലും മരത്തിന്റെ പേരിൽ എക്സ്പീരിയൻസിൽ പഴയ ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു കേട്ടിട്ടുള്ള അറിവ് എന്നുള്ള നിലക്ക് പറയുകയാണെങ്കിൽ നിലമ്പൂരത്തേക്കിന്റെ പ്രത്യേകത പറഞ്ഞാൽ അവിടുത്തെ നിലമ്പൂരിലുള്ള മണ്ണിന് ടെക്നോഗ്രാഫിസ് എന്ന് പറഞ്ഞൊരു ഓയിലിന്റെ ഒരു കണ്ടന്റ് ഉണ്ട് ആ മണ്ണിന്. നിലമ്പൂരില് TG എന്ന് പറയും. നിലമ്പൂരിലുള്ള മണ്ണിന് TG എന്ന് ഷോർട്ടായിട്ട് പറയും. ടെക്നോഗ്രാഫിസ് എന്ന് പറഞ്ഞ ഓയിൽ കണ്ടന്റ്. ഈ ഓയിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ആ മരത്തിന് ഗോൾഡൻ കളറ്, അതേപോലെ ഈ ചെതലരിക്കാത്ത, ചുരുങ്ങാതെ ഒരുപാട് വർഷങ്ങൾ ലാസ്റ്റ് ചെയ്യാനുള്ള ആ ക്വാളിറ്റി ആ മണ്ണിനുള്ളത് കൊണ്ടാണ് ആ മരത്തിന് അത്ര ക്വാളിറ്റി എന്നാണ് പറയപ്പെടുന്നത്. അത് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. പണ്ട് കാലത്ത് നമ്മളെ ബ്രിട്ടീഷുകാരുടെ ആ കാലഘട്ട സമയങ്ങളിൽ പിന്നെ യഥാർത്ഥത്തിൽ തേക്ക് ശരിക്കും വിദേശിയാണോ വെച്ചാൽ വിദേശിയാണ്. അത് അവരെ നാട്ടിൽ നിന്നും ഇവിടുത്തെ മണ്ണിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് ഇവിടെ പ്ലാന്റ് ചെയ്തതാണ്. വിത്തോ തയ്യോ എന്തോ ഇവിടെ പ്ലാന്റ് ചെയ്ത് അങ്ങനെ അത് ഇവിടെ വളർന്ന് അങ്ങനെ അവരെന്ത് ചെയ്ത് നിലമ്പൂരിലേക്ക് ട്രെയിൻ
മാർഗ്ഗങ്ങൾ ഉണ്ടാക്കി, റെയിൽ പാളങ്ങൾ ഉണ്ടാക്കി അവരങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അതായത് ഇന്ത്യയിലെ മണ്ണിന്റെ നിലമ്പൂരിലുള്ള ഈ ഇന്ത്യയിലെ കേരളത്തിലെ നിലമ്പൂരിലുള്ള മണ്ണിന് ആ ക്വാളിറ്റി ഉണ്ടെന്ന് അവര് മനസ്സിലാക്കിയിട്ട് അവരെ നാട്ടിലത്തെ സംഭവമാണ് ശരിക്കും ഇവിടെ വന്നിട്ട് വിത്തിട്ടിട്ട്. അങ്ങനെയാണ് ഒരു ക്വാളിറ്റി ഉള്ള സാധനം അവര് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നിലമ്പൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് ഏത് ഡിപ്പോടാ? ആദ്യം നമുക്ക് നെടുങ്കയം പോവാം. എടാ അതുപോലെ ഈ നിലമ്പൂർ എന്തോ ഗോൾഡൻ തേക്കിന്റെ ഒരു സംഭവം, അങ്ങനെ ഒരു സംഭവം ഞാൻ അറിയുന്നുണ്ട്. അതെന്താ സംഭവം? അതെ അതെ, അതായത് പിന്നെ നിലമ്പൂർ തേക്ക് നിലമ്പൂരിൽ ഈ സ്വർണത്തിന്റെ അംശം ആ ഭൂമിയിലുണ്ട് എന്നുള്ള ഒരു സംഭവം കൂടി അവിടുത്തെ മണ്ണിന് അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗോൾഡൻ തേക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല ആ തേക്കിന് ഗോൾഡൻ കളർ വരാനുള്ള കാരണം അതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നെടുങ്കയം ഡിപ്പോയിലാണ് ഉള്ളത്. ഈ കാണുന്ന മരങ്ങളൊക്കെയാണ് ലേലം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന മരങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് പിന്നെ അതായത് മുഴുവൻ ലേലം വിളിക്കാനായിട്ടുണ്ടാവില്ല. അപ്പോൾ ചിലത് പിന്നെ അവർ ഡിപ്പാർട്ട്മെൻറ്റ് ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് നമ്പർ ചെയ്ത് വെച്ച മരങ്ങളുണ്ടാവും. അതാണ് നമുക്ക് ലേലം വിളിക്കാൻ പറ്റുക. അത് ഓരോ അതാത് ആയി കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ലേലം വിളി സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ കോട്ട് ചെയ്യേണ്ടി വരും അല്ലേ? നമ്മൾ കോട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളെപ്പോലെ ഒരു കുറേ കച്ചവടക്കാർ കോട്ട് ചെയ്യുക ചെയ്യുക. അപ്പം അഡ്വാൻസ് പേയ്മെൻറ്റ്, ചെറിയൊരു പേയ്മെൻറ്റ് കെട്ടി വെച്ചിട്ട് ആണ് കോട്ട് ചെയ്യുക. അപ്പോൾ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആർക്കാണ് ആ മരം കിട്ടുന്നതെന്ന് വിചാരിച്ചാൽ ഏറ്റവും കൂടുതൽ ആരാണോ ആ ഒരു ആ ഒരു ക്വാണ്ടിറ്റിയിൽ ആരാ ഏറ്റവും കൂടുതൽ റേറ്റ് പറയുന്നത് വെച്ചാൽ അവർക്ക് കിട്ടും. ബാക്കിയുള്ളവരെ ക്യാഷ് പിന്നെ റീഫണ്ട് ചെയ്യുക. ആ രീതിയിലാണ് പ്രോസസ്സിങ് നടക്കുക. ഏകദേശം ഒരു വലിയ തേക്കിന് എത്ര ലക്ഷം വരെ ഉണ്ടാവും ഒരൊറ്റ തേക്കിന്? അത് ഡിപ്പെൻസ് ഓഫ് ഗർത്താണ്. അതായത് പലതും പല രീതിയിലുമാണ്. ഇപ്പൊ ഈ ഒരു ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു സ്റ്റാൻഡിങ് തേക്കിന് ഈ ഒരു തേക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മീൻസ് ഒരു 3 lakh 4 lakh ആ റേഞ്ച് വരും ഒരു മരത്തിന് വരും. അപ്പോൾ ഓരോ ഗർത്തിനനുസരിച്ച് ഇപ്പോൾ ഇത് ഒരു ചെറിയ ഈ ഒരു മരമാണെങ്കിൽ ഒരു 70,000 ആ റേഞ്ച് ആയിരിക്കും വരിക. പിന്നെ കുറച്ച് വണ്ണുള്ള, അപ്പോൾ നിന്റെ ബാക്കിൽ ഒരു മരം നല്ല വണ്ണുള്ള മരം, അത് എനിക്ക് തോന്നുന്നു നല്ല വണ്ണവും നല്ല ലെങ്ത്തും ഉണ്ട്. നല്ല പൈസക്ക് ഉണ്ടാവും. ഒരു 10 ലക്ഷം റുപ്യ 8 ലക്ഷം റുപ്യ ആ റേഞ്ച് ഏറ്റവും ചുരുങ്ങിയതുണ്ടാവും. ഒരു ആംബിയൻസ്, അടിപൊളി ആംബിയൻസ് അല്ല ഇവിടെ. ഇതൊക്കെയാണ് നിലമ്പൂരിലെ തേക്കിൻ്റെ വിശേഷങ്ങളും മലബാറിലെ മരക്കച്ചവടത്തിൻ്റെ കഥകളും ഒക്കെ. അപ്പം ഇനിയിപ്പം ഒരു മരക്കച്ചവടക്കാരെന്നുള്ള രീതിയിൽ നിനക്ക് നമ്മുടെ വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പിന്നെ എല്ലാവർക്കും ഇപ്പോൾ തേക്ക് തന്നെ എടുക്കാൻ കഴിഞ്ഞോളണമെന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് തേക്ക് എടുക്കേണ്ടവർക്ക് തേക്കിൻ്റെ ക്വാളിറ്റീസ് B2, C2, C3, B1 എന്നൊക്കെ പറഞ്ഞ് പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ അത് പറഞ്ഞു തന്ന് വ്യക്തമാക്കി എടുക്കാനുള്ള സാഹചര്യം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറഞ്ഞു തരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതേപോലെ തന്നെ ബഡ്ജറ്റ് കുറഞ്ഞ ആളുകളുണ്ടാവും, ചെറിയ വീട് വെക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കും ഇപ്പോൾ ഒരേപോലെ ലാസ്റ്റിംഗ് വേണമല്ലോ. വുഡാണെങ്കിലും എന്താണെങ്കിലും ഒരു അതായത് എല്ലാവരും ലാസ്റ്റിംഗ് ആഗ്രഹിക്കുമല്ലോ. അതായത് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മരത്തിന്റെ ആവശ്യത്തിന് അത് അയാളുടെ ബഡ്ജറ്റ് ആയിട്ട് അയാൾക്ക് എങ്ങനെ ബഡ്ജറ്റിൽ നിനക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, ഏത് സജസ്റ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതെ അതെ, തീർച്ചയായും. അതായത് മരം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും കോൺടാക്ട് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഏത് പല രീതിയിൽ ഇമ്പോർട്ടഡ് മരമാണെങ്കിലും ഇതേപോലത്തെ ഫോറസ്റ്റ് തേക്ക് മരങ്ങളാണെങ്കിലും ഇന്ത്യൻ മരങ്ങളും അവരുടെ ആവശ്യത്തിനനുസരിച്ച് നിനക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതെ അതെ, കേട്ടല്ലോ. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് മരത്തിൻ്റെ എന്ത് തന്നെ ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഇസാഖിനെ കോൺടാക്ട് ചെയ്യാം. കോഴിക്കോട്ടെ മലബാർ വുഡ് ആൻഡ് കമ്പനീനെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ വെബ്സൈറ്റ് ഡീറ്റെയിൽസും അവൻ്റെ ഫോൺ നമ്പറും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.